الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم وقال النبي صلى الله عليه وسلم إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو إلى امرأة يتزوجها فهجرته إلى ما هاجر إليه أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരവും കേൾവിയും പരിപൂർണമായും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംസാരവും കേൾവിയെല്ലാം നമ്മുടെയും ലോകജനതയുടെയും ഹിദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയവനാണ്. ഒരു കുട്ടി ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ ചെവിയിൽ ആദ്യമായി ഇത് കേൾപ്പിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. അല്ലാഹു ഏറ്റവും വലിയവനെന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധിപ്പിച്ചിട്ടാണ് അല്ലാഹുവിനെ ഏറ്റവും വലിയവനെന്ന് പറയുന്നത്? ഒന്നുമായി അള്ളാഹുവിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു ഖാലിഖാണ്. അള്ളാഹ് അല്ലാത്ത എന്തെല്ലാം ഉണ്ട് സർവ്വതും അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് മറ്റു വീടിനേക്കാൾ വലുത്, ഒരു മദ്രസ മറ്റു മദ്രസയേക്കാൾ വലുത്, ഒരു രാജ്യം മറ്റു രാജ്യത്തേക്കാൾ വലുത്, ഒരു പർവ്വതം മറ്റു പർവ്വതത്തേക്കാൾ വലുത്, ഒരു ഭൂഖണ്ഡം മറ്റൊരു ഭൂഖണ്ഡത്തേക്കാൾ വലുത്, ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തേക്കാൾ വലുത്. ഇങ്ങനെ നമുക്ക് ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് അതിനെ അപേക്ഷിച്ച് വലുതാണെന്ന് പറയും. നമ്മൾ അള്ളാഹുവിനെ ഏതുമായി ബന്ധിപ്പിച്ചിട്ട് അള്ളാഹുവിനെ ഏറ്റവും വലിയവനെന്ന് പറയും. അള്ളാഹു മുത്തലഖൻ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹുവിനെ ഒന്നുമായി ബന്ധിപ്പിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ്. ഇത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ ചെവിയിൽ ഒന്നല്ല 4 പ്രാവശ്യം കേൾപ്പിക്കുകയാണ്, അല്ലാഹു അക്ബർ. ഒരു ദിവസം 5 പ്രാവശ്യം നമ്മുടെ മസ്ജിദുകളിൽ നിന്ന് ഇത് ദിവസവും കേൾപ്പിക്കപ്പെടുകയാണ്. കാരണം ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ.
ഒരു വലിയ യാഥാർത്ഥ്യം. ഏറ്റവും വലിയവനത് അല്ലാഹു മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുത്ലഖൻ, ഒന്നുമായി ബന്ധിപ്പിക്കാതെ ഏറ്റവും വലിയവനത് അല്ലാഹുവാണ്. ഈ യഖീൻ, ഈ ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവണം. അതിൻ്റെ തുടക്കമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ചെവിയിൽ ഇത് കേൾപ്പിക്കപ്പെടുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം അഥവാ ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഇപ്പോൾ അല്ലാഹ് എങ്ങനെയുള്ളവൻ, അല്ലാഹുവിനെ എങ്ങനെ ബന്ധിപ്പിച്ചിട്ടാണ് അല്ലാഹ് ഏറ്റവും വലിയവൻ? ഇതിനെക്കുറിച്ചൊരു കുട്ടി അവൻ്റെ ജീവിതം മുഴുവനും പഠിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൻ്റെ ബാല്യം കഴിഞ്ഞു, ശൈശവം കഴിഞ്ഞു, യൗവനമായി, അവൻ്റെ വാർദ്ധക്യം വരെയും പഠിച്ചാലും അവനൊരു കാര്യം മനസ്സിലാവും: എനിക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. അല്ലാഹു ഏറ്റവും വലിയവനാണ്, പക്ഷേ ഇവനനുസരിക്കുന്നതിൽ മാത്രമാണ് എനിക്ക് വിജയം. ഈ ഒരു വലിയ യാഥാർത്ഥ്യം ഹൃദയത്തിലുണ്ടാവും. ഇതിൻ്റെ പേരാണ് ഈമാൻ. ഇതിനെ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ തൗഫീഖ് ഒരാൾക്ക് ലഭിച്ചോ, അത് ഒരു മനുഷ്യന് ദുനിയാവിൽ വെച്ച് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും ഉന്നതനായ അല്ലാഹ്, എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹ്, എത്രയെല്ലാം വിശേഷിപ്പിച്ചാലും വിശേഷിപ്പിച്ച് തീർക്കാൻ പറ്റാത്തവനായ അല്ലാഹ്, ലോകത്തുള്ള സർവ്വ മഴത്തുള്ളികളുടെയും എണ്ണം വ്യക്തമായി അറിയാവുന്ന അല്ലാഹ്, ആർക്കും ചിന്തിച്ചാൽ ചിന്ത ചെന്ന് എത്തിപ്പെടാത്തവനായ അല്ലാഹ്, ഒരു കണ്ണിനും കാണാൻ പറ്റാത്തവനായ അല്ലാഹ്, എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇവനെ കുറിച്ചുള്ള യഖീൻ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബഹുമാനമുള്ളവരെ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ. ഇതിനെ കുറിച്ചുള്ള യഖീൻ, ഉറപ്പ് ഹൃദയത്തിൽ ഉണ്ടാവും. ഇത് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. ഈ യഖീൻ ഹൃദയത്തിന്റെ ഉള്ളിലിറങ്ങലാണ് അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് എപ്പോഴും ഏത് കാലഘട്ടത്തിലും, ഇനി എന്തെല്ലാം കാലഘട്ടങ്ങൾ മാറി മാറി വന്നാലും, ഏറ്റവും കൂടുതൽ മുദാക്കറ നടക്കേണ്ടത്, ഏറ്റവും കൂടുതൽ വീടുകളിൽ സംസാരിക്കപ്പെടേണ്ടത്, മദ്രസകളിൽ സംസാരിക്കപ്പെടേണ്ടത്, എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ അല്ലാഹുവിനെ കുറിച്ച് മുദാക്കറ ചെയ്യണം. അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കലാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അശ്രദ്ധരായിക്കൊണ്ട് മറ്റെന്തെല്ലാം വിഷയങ്ങളിൽ പരിശ്രമിച്ചാലും ബഹുമാനുള്ളവരെ, ഇത് ശരിയായ നിലയിൽ കൂടി പരിശ്രമിക്കപ്പെട്ടില്ല എങ്കിൽ വലിയ നാശം, വലിയ നഷ്ടമായിരിക്കും. വലിയ വലിയ അമലുകളുള്ളവർ അവർ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനെ കുറിച്ച് പറഞ്ഞു. ഒരു മുഅ്മിൻ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസ്, അപ്പോൾ നബിതങ്ങൾ ആ മജ്ലിസിൽ സഹാബാക്കളെല്ലാം ഉണ്ട്. ആ സഹാബാക്കൾ അടുത്തൊരു ചെറിയ ഒരു ചോദ്യം ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: ഇന്ന മിനശ്ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹാ വഇന്നഹാ മസലുൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഉപമ ഒരു മുസ്ലിമിന്റെ ഉപമയാണ്, മുസ്ലിമിനെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഇലകളൊന്നും, അത് ഒരു സാഹചര്യത്തിൽ, ഒരു കാലാവസ്ഥയിലും അതിൻ്റെ ഇലകളൊന്നും പൊഴിഞ്ഞു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മജ്ലിസിലുണ്ടായിരുന്ന സഹാബാക്കൾ, അവരുടെ ചിന്ത അത് താഴ്വാരയിലുള്ള, അവിടെയുള്ള പല സ്ഥലങ്ങളിലുള്ള പല വൃക്ഷങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് ഇതിന്റെ ആൻസർ അറിയാമായിരുന്നു, ഇതിന്റെ ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. വലിയ പ്രായം കൂടിയ പല സഹാബാക്കളും എല്ലാം മജ്ലിസിലുണ്ട്. അതുകൊണ്ട് പ്രായം കുറഞ്ഞ അദ്ദേഹം ഇതിന്റെ ആൻസർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആൻസർ പറഞ്ഞു. അത് ഹിയ അൻ-നഖ്ല, അതൊരു ഈന്തപ്പനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ പ്രത്യേകത അത് വഹിയാണ്.
നബിതങ്ങളുടെ വാക്ക് ഇത് ലോകത്ത് ആര് പറഞ്ഞതും മാറ്റി പറയേണ്ടി വരാം, ലോകത്ത് ആര് പറഞ്ഞതിലും അവ്യക്തത ഉണ്ടാവാം, ലോകത്ത് ആര് പറഞ്ഞതിലും കള്ളമുണ്ടാവാം. പക്ഷെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ അതിലൊരു മാറ്റം ഉണ്ടാവുകയില്ല, അതിലൊരു അവ്യക്തതയും ഇല്ല. അതിൽ ഒരല്പം പോലും അതിൽ കള്ളമില്ല. പൂർണ്ണമായി ഹക്കും സത്യവും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നബി തങ്ങൾ പറഞ്ഞു അത് അൻ-നഖ്ല, അത് ഈന്തപ്പനയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? മുഹദ്ദിസീങ്ങൾ, ഇതിന്റെ ശാരിഹ്യങ്ങൾ ധാരാളം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഈന്തപ്പന മരത്തിനുള്ള ധാരാളം പ്രത്യേകതകളെ കുറിച്ച് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ വേര് നല്ല ഉറച്ച വേരാണ്. അതിന്റെ ശിഖരങ്ങൾ അത് ആകാശത്തേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കും. ഒരു കാലാവസ്ഥയിലും അതിന്റെ ഇല പൊഴിയുകയില്ല. എല്ലാ സന്ദർഭത്തിലും അതിനൊരു ക്ഷീണവും ബാധിക്കുകയില്ല. അതിൽ നിന്നുള്ള ഈത്തപ്പഴം അത് ഭക്ഷണമാകാൻ പറ്റും, അതിലൂടെ പാനീയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അത് പോഷണമാണ്, അത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ ഓലയിലൂടെ പായ ഉണ്ടാക്കാൻ പറ്റും, പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, മേൽക്കൂര ഉണ്ടാക്കാൻ പറ്റും, തടി പറ്റും. ഇതിന്റെ ഈത്തപ്പന കുരു ഉപയോഗിച്ച് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. ഇതേപോലെ ഒരു മുഅ്മിൻ, അവന്റെ ഈമാൻ ഉറച്ച ഈമാനായിരിക്കും. എല്ലാ സന്ദർഭങ്ങളിലും അവന്റെ ഈമാൻ ഉറച്ചു നിൽക്കും. ഒരു സാഹചര്യത്തിലും അവന്റെ ഈമാൻ തെറ്റുകയില്ല, പതറിപ്പോവുകയില്ല. എത്ര ദാരിദ്ര്യം വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും അവൻ ഈമാൻ വിട്ടുകൊണ്ട് അവൻ കളിക്കുകയില്ല. അല്ലാഹുവിന് തൃപ്തിയില്ലാത്തൊരു വിഷയം അവൻ കൈകൊണ്ട് തൊടുകയില്ല. അവൻ ഏത് സന്ദർഭത്തിലും അവന്റെ ഈമാനെ കാത്തു സൂക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് ദിവസവും നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, വലിയ വലിയ പുരുഷന്മാരെ കുറിച്ച്, ധീരന്മാരായ പുരുഷന്മാരെ കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. ഒരു സ്ത്രീയെ കുറിച്ച് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദഇ വഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം يأخذه عدو لي وعدو له ولا تخافي ولا تحزني إني رادوه إليك وجاعلوه من المرسلين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയെ കുറിച്ച് പറയുക. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയായി. അവര് പ്രസവത്തോട് അടുത്തു. പക്ഷെ അക്കാലഘട്ടത്തിലെ രാജാവ് ഫിർഔൻ, അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒരു ജോത്സ്യന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ രാജ്യത്ത് ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ്. അത് ആ ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിലായി കഴിഞ്ഞു. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടും. അതോടുകൂടി ഫിർഔൻ ഒരു വലിയ വിളംബരം പുറപ്പെടുവിച്ചു. ഇനി ഈ രാജ്യത്ത് ജനിക്കുന്ന സർവ്വ കുഞ്ഞുങ്ങളെയും, അത് ആൺകുഞ്ഞാണോ അപ്പൊ തന്നെ കൊന്നുകളയണം. അതിനുവേണ്ടി സൈന്യങ്ങളെ നിയോഗിച്ചു. ഓരോരോ വീടുകളിലും ധാരാളം സൈന്യങ്ങൾ, ധാരാളം പട്ടാളക്കാരെ നിയമിച്ചു. എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ അവിടെ ഫിർഔന്റെ സൈന്യം എത്തും, പട്ടാളം എത്തും. അവരാ ജനിച്ച കുട്ടി ആൺകുഞ്ഞാണ് എങ്കിൽ അപ്പോൾ തന്നെ ആ കുട്ടിയെ കൊന്നുകളയും, കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കുട്ടികൾ അവനെ കൊന്നുകൊണ്ടേയിരിക്കുക. ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഒരു പ്രസവത്തിന്റെ സമയമായി, അവർ കരയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് ഒരു വലിയ ഈമാനികമായ ഒരു കെട്ടുറപ്പ് കൊടുത്തു. വറബത്നാ അലാ ഖൽബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ഒരു കെട്ടുറപ്പ് ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അല്ലാഹു
മൂസാ നബി അലൈഹിസ്സലാം ഉമ്മക്ക് അറിയിച്ചു കൊടുക്കുകയും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാല് കൊടുക്കണം. അഥവാ ഫിർഔന്റെ പട്ടാളം എങ്ങാനും ഇവരെ ഈ കുട്ടിയെ കണ്ടെടുക്കും, ഈ കുട്ടിയെ കൊല്ലും എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഈ നദിയിലേക്ക് എടുത്ത് എറിഞ്ഞേക്കണം. ഈമാനികമായ കെട്ടുറപ്പുള്ള ഉമ്മ, ആ ഉമ്മയുടെ ചിന്ത പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറായി. ഈ ഒരു അറിയിപ്പ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ അനുസരിച്ചോടെ ബുദ്ധിക്ക് ലോജിക്കിന് ഒന്നും സ്ഥാനം കൊടുത്തില്ല. നമ്മളിന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, വെറും ഒന്ന് പൊട്ടനായാൽ കൊള്ളാമോ എന്നെല്ലാം നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. ബഹുമാനുള്ളവരെ, പരിശുദ്ധ ഖുർആന്റെ പുണ്യ ഹദീസിന്റെ മുമ്പിൽ, ദീനിന്റെ മുമ്പിൽ ഒരു ലോജിക്കും ഇല്ല, ഒരു ബുദ്ധിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുക. എന്റെ മകൻ അഥവാ ഇപ്പൊ ജനിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടാളങ്ങളൊന്ന് കൊല്ലും, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ നൈൽ നദിയിലേക്ക് എടുത്തെറിയണം. ഇതിനെക്കാട്ടി നല്ല എന്റെ കയ്യിലിരിക്കണല്ലേ നല്ലത്. അങ്ങനെ ചിന്തിക്കായിരുന്നു അമ്മക്ക്. എന്റെ കയ്യിലിരുന്ന് ഞാൻ കുറച്ച് സമയം കൂടി ഇരിക്കും. ഇതിപ്പോ ഭയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് എടുത്ത് എറിയണം, ഞാൻ കൊന്ന ആളോ, മറ്റതാണെങ്കിൽ ഞാനല്ല കൊല്ലുന്നത്, വേറെ പട്ടാളങ്ങളാണ് കൊല്ലുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇല്ല, അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ഇതേപോലെ ചെയ്തു. വിഷമിക്കേണ്ട, ഭയപ്പെടണ്ട. ഈ കുട്ടി പോയതിന്റെ പേരിൽ വിഷമിക്കേണ്ട. ഇനി എന്ത് സംഭവിക്കും ഭയപ്പെടണ്ട. എടുത്തെറിഞ്ഞത് കൊച്ചുകുട്ടിയാണെങ്കിൽ മടക്കി തരുന്നത് മിനൽ മുർസലീൻ, നബിയായിട്ടായിരിക്കും മടക്കി തരുന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാനം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഈ കുട്ടിയെടുത്ത് എറിയാൻ വേണ്ടി ഇങ്ങനെ മറ്റു ചില ആയത്തുകളിലൂടെ മനസ്സിലാവും, ഒരു പെട്ടിക്കുള്ളിൽ ആക്കിയിട്ട് എടുത്തെറിയണം. ഒരു പെട്ടീനെ ഉണ്ടാക്കണമല്ലോ, അതിനുവേണ്ടി പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നു. എന്താണ് ആവശ്യം? ഒരു പെട്ടി വേണം. ആ പെട്ടി ഞാൻ ഉണ്ടാക്കി തരാം. ഒരു പെട്ടി തയ്യാറാക്കി കൊടുത്തു. അതിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ വെച്ചു. അപ്പൊ ഇങ്ങനെയും ചിന്തിക്കാം, അതിൻ്റെ അകത്ത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് എങ്ങനെ ശ്വാസം കിട്ടും? വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അഥവാ അതിന് ദൂരമല്ലത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറി കുട്ടി മുങ്ങി മരിച്ചു പോകും. ഇതൊന്നും ചിന്തിച്ചില്ല. അള്ളാഹു പറഞ്ഞതുപോലെ പെട്ടിക്കുള്ളിൽ മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ കൊച്ചു കുട്ടിയെ ആക്കി എന്നിട്ട് ആ നദിയിലേക്ക് എടുത്തെറിഞ്ഞു. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹി പറയുന്നത് പോലെ ആ ഓളങ്ങൾ ആ കുട്ടിയെ മുത്തം വെച്ച് നേരെ കടക്കി എന്റെയും അവന്റെയും ശത്രുവായ ആ ഫിരൗൻ തന്നെ എടുക്കും. പിന്നെ എന്തിനാണ് ഇട്ടത്? ഈ ഫിരൗന്റെ കയ്യിൽ ചെന്ന് പെടാതിരിക്കാനാണല്ലോ ഇട്ടത്. പക്ഷെ ഇട്ടു. അത് നേരെ കറങ്ങി അവിടെ ചെന്ന് ആ വെള്ളത്തിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് ഫിരൗന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയും തോഴിമാരും എല്ലാം നിൽക്കുന്നുണ്ട്. ഒരു വൃക്ഷ ചുവട്ടിലായിട്ട് കിട്ടി. മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രാനി ഭാഷയിൽ വെള്ളം, ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം. അപ്പൊ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് വെള്ളത്തിൽ ആ കുട്ടിയെ കിട്ടിയത് കൊണ്ട് മോശെ എന്ന് ആസിയ ബീവി അതിന് പേരിട്ടു. മോശെ എന്നുള്ളത് അറബിയിൽ വന്നപ്പോ മൂസ എന്നായി എന്ന് പല മുഫസ്സിരിങ്ങളും എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ കുട്ടിയോടെ വന്നപ്പോഴത്തേക്ക് ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുർറത്തു ഐനിൻ ലി വലക, എനിക്കും നിങ്ങൾക്കും കണ്ണിന് കുളിർമയായ കുട്ടി എന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. മുഹദ്ദിസീങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ സമയത്ത് ഖുർറത്തു ഐനിൻ ലകി ലാ ഹാജത ലി ഫീഹി, ഫിറൗൻ പറഞ്ഞു, നിനക്ക് കൺകുളിർമ, എനിക്കിതിന് കൺകുളിർമ, ഇതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഈ കുട്ടിയുടെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് ഫിറൗൻ പറഞ്ഞു. മഹാന്മാർ എഴുതിയിട്ടുണ്ട്, അഥവാ ആ സമയത്ത് ഖുർറത്തു ഐനിൻ ലി വലക് എന്ന് ആസിയ ബീവി പറഞ്ഞ സമയത്ത് ഫിറൗൻ എങ്ങാനും ആന്നൊന്ന് മൂളിയിരുന്നെങ്കിൽ ഫിറൗൻ ഈമാൻ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഫിറൗൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ കുട്ടിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഫിറൗനിന്റെ ചിന്ത വരിക, ഒരു കുട്ടി, അത് എന്റെ രാജാധികാരം നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം, ഇതിനെ കൊല്ലണമെന്നുള്ള തീരുമാനമെല്ലാം വന്നപ്പോ ഭാര്യ പറയും, എല്ലാ തത്വത്തിനും കൊല്ലരുത്,
ഈ കുട്ടിയെ കൊല്ലരുത്. ഇത് നമുക്ക് പ്രയോജനപ്പെടാം. നമുക്ക് ഈ കുട്ടിയെ നമുക്ക് മകനാക്കി വളർത്താം. ആകെ ഒരു പെൺകുട്ടിയാണുള്ളത്. ആ കുട്ടിക്ക് തന്നെയാണെങ്കിൽ ശരീരം മൊത്തം പാണ്ടൊക്കെ പിടിച്ചൊരു കൊച്ചു പെൺകുട്ടിയാണ് നമുക്കുള്ളത്. ഇവനെയും കൂടി നമുക്ക് മകനാക്കി വളർത്താം. അപ്പൊ എല്ലാ രാജാക്കന്മാരുടെ മുകളിൽ രാജാവ് കാണുമല്ലോ വീട്ടില്. ആരെല്ലാം പറഞ്ഞാൽ അനുസരിക്കാത്ത ഭർത്താവ് ഭാര്യ പറഞ്ഞാൽ അനുസരിക്കും. ഫിറഔൻ ഇത്രയും വലിയ രാജാവ് ഭാര്യ പറഞ്ഞത് കൊല്ലരുത്. അപ്പോൾ ഫിറഔൻ വിചാരിച്ചു, എന്തായാലും ഞാൻ തന്നെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അധികാരം എന്തായാലും ഇവന്റെ കൈ കൊണ്ട് പോകില്ല, എനിക്ക് സഹായിയാവുള്ളൂ എന്നുള്ള ചിന്ത എല്ലാം വന്നിരിക്കണം. എന്തായാലും ആ കുട്ടിയെ എടുത്തു. വലിയ സന്തോഷമായി. 800ഓളം വരുന്ന അടിമകളെ ആ സന്തോഷത്തിന്റെ പേരിൽ മോചിപ്പിച്ചു. ആസിയ ബീവിക്ക് സന്തോഷം, വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം. 800 അടിമകളെ മോചിപ്പിച്ചു. മഹാന്മാർ എഴുതിയിട്ടുണ്ട് റൂഹുൽ മആനിയിൽ അത്ഭുതകരമായ ഒരു നുക്ത. ഒരു ഭാവിയിൽ പ്രവാചകനാകാൻ സാധ്യതയുള്ള ഒരു അള്ളാഹുവിനുമായി അടുത്തൊരു അടിമയുടെ വരവ് 800 പേരുടെ അടിമത്വത്തിന് കാരണമായി എങ്കിൽ അള്ളാഹുമായി ബന്ധമുള്ളവരുമായിട്ടുള്ള ബന്ധം, നമുക്ക് നമ്മുടെ ശൈത്താനുമായിട്ടുള്ള ബന്ധം, ദുനിയാവിന്റെ അടിമത്വം, ഇങ്ങനെയുള്ള ധാരാളം അടിമത്വങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മോചിപ്പിക്കും. നല്ലവരുമായിട്ടുള്ള ബന്ധം. ആ ഒരു ഭാവിയിൽ പ്രവാചകനാകാൻ സാധ്യതയുള്ള ഒരു മൂസാ നബി ആ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 800 പേരുടെ അടിമത്വം മോചിപ്പിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. മൂസ എന്ന് പേര് വെച്ചു. ഇനി അടുത്ത വിഷയം, കുട്ടിക്ക് പാല് കൊടുക്കണം. കുട്ടികൾ എല്ലാവർക്കും വലിയ രസമായി. പക്ഷെ കുട്ടിക്ക് പാല് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വന്തം ഉമ്മാടെ അല്ലാത്ത പാല് ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി. പലരും വന്നു, പല സ്ത്രീകളും പാല് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ആരുടെയും പാല് ആ കുട്ടി കുടിക്കാൻ തയ്യാറാവുന്നില്ല. ഫിറഔൻ പലരെയും കൊണ്ടുവന്നു. നല്ല വൃത്തിയുള്ളവർ, പല കുടുംബത്തിൽ വളർന്നവർ, നല്ല നല്ല പല തരത്തിലുള്ള സ്ത്രീകളെല്ലാം പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ ആരുടെയും പാല് ആ കുട്ടി സ്വീകരിക്കുന്നില്ല. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ രാവിലെ വലിയ വിഷമത്തിൽ എണീക്കുക, മകനെ കുറിച്ചുള്ള ടെൻഷനിലായിട്ട് എണീക്കുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ ഹൃദയത്തിൽ കൊടുത്ത വലിയൊരു കെട്ടുറപ്പ്, അതിലവർ ഉറച്ചു നിൽക്കുക. അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. എന്താണ് വാഗ്ദാനം? ഇന്നി റാദ്ദുഹു ഇലൈകി. അല്ലാഹു ഇതിനെ മടക്കി തരിക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും മടക്കി തരും. എന്തായാലും മകളെ വിട്ടു. 8 or 10 വയസ്സായി കാണും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി മറിയത്തിനെ വിട്ടു. അവള് പോയി നേരെ ഫിറഔന്റെ കൊട്ടാരത്തിൽ വന്നു, അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെ വിഷമത്തിലാണ്. കൊട്ടാരത്തിലുള്ളവരെല്ലാവരും വിഷമം. ഫിറഔനാണെങ്കിൽ രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല, ആകെ ടെൻഷനിലാണ്. ഈ കുട്ടി പാല് കുടിക്കുന്നില്ല, ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, എന്ത് ചെയ്യും? ഈ അവസ്ഥ ആ കൊച്ചുകുട്ടി, 8-10 വയസ്സുള്ള ആ കൊച്ചുകുട്ടി മനസ്സിലാക്കി. ആ കുട്ടി ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈത്തിൻ യഖ്ഫലൂനഹു, ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടുകാരെ കുറിച്ച് അറിയിച്ചു തരട്ടെ. ആ വീട്ടുകാര് ഈ കുട്ടിയെ നല്ല രീതിയിൽ നോക്കും. ഈ കുട്ടിയുടെ പാല് ഈ കുട്ടി എന്തായാലും ആ വീട്ടിലുള്ള ഉമ്മയുടെ പാൽ എന്തായാലും കുടിക്കും. അങ്ങനെ ഒരാളെ ഞാൻ അറിയിച്ചു തരട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫിറഔൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നേരെ ഉമ്മ അടുത്തേക്ക് ഓടി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരി. അല്ലാഹ് എന്തിനാ എങ്ങനെയൊക്കെ തർത്തി ഉണ്ടാക്കുന്നത്? ഇത് ദുനിയാവ് ഇങ്ങനെയാണ്. ദുനിയാവിൽ ഇങ്ങനെയുള്ള കുറേ അസ്ബാബുകളുണ്ട്. ഇതിന്റെ ആ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയവും അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥയായിട്ട് വെറുതെ ഖുർആൻ ഇങ്ങനെ പറയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, വന്നു കഴിഞ്ഞ, വരാൻ പോകുന്ന കുറേ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ നേരിടണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരിക. ഇതാണ് ഖുർആന്റെ ചർച്ച.
ഖുർആനിൽ ഏകദേശം 500ഓളം വരുന്ന ആയത്തുകളിൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, കടം, വറാസത്തിന്റെ നിയമങ്ങൾ, കുറച്ച് കടമകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച്, നബിമാരെ കുറിച്ച്, നബിമാരുടെ ദഅവത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു വലിയ ഉത്തരവാദിത്വം, ദഅവത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ലോകത്തുള്ള സർവ്വ മനുഷ്യനെ ഈ ഒരു വലിയ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കണം. ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ ഇതിങ്ങനെ മൊത്തവും പറയുന്നത്. അല്ലെങ്കിൽ ഖുർആൻ മൊത്തവും ഫിഖ് കൊണ്ട് നിറയ്ക്കാമായിരുന്നു, ഫിഖിന്റെ നിയമങ്ങൾ എന്നല്ല, ഫിഖിന്റെ അർത്ഥത്തെ കുറിച്ച് തന്നെ ഇന്ന് തെറ്റിദ്ധാരണയിലാണ്. ബഹുമാനപ്പെട്ട ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 500 അത് എഴുതി വെച്ചിരിക്കുക. 5 വാക്കുകളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണയിലാണ്. സഹാബാക്കൾ ഏതൊരു അർത്ഥമാണ് അതിലൂടെ മനസ്സിലാക്കിയത്, ആ അർത്ഥമല്ല ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഫിഖ്, ഇൽമ്, തദ്കീർ, ഹിക്മത്ത്, ഇങ്ങനെ ഒരു 5 വാക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞ ഫിഖ്. ഫിഖ് എത്ര വിശാലമായ അർത്ഥം. വഹും ലാ യഫ്ഖഹൂൻ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം. അവർ തിരിച്ചു മടങ്ങി വരുമ്പോഴത്തേക്ക് നമസ്കാരത്തിന്റെയോ തൊലാഖിന്റെയോ മസല പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ദീന്റെ മാർഗത്തിൽ പോകുമോ എന്ന് ഗസാലി റഹ്മത്തുള്ളാഹി ചോദിക്കുക. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഖ് അത് അല്ലാഹുവിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ, വ്യക്തമായ ഒരു യഖീന്റെ പേരാണ്. ഇത് ശരിയായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഫിഖ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് മസലകൾ ഓർമ്മ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ്, അല്ലാഹുവുമായിട്ടുള്ള വ്യക്തമായ ബന്ധം, ആഖിറത്തിനെ കുറിച്ചുള്ള വ്യക്തമായ യഖീൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇറങ്ങേണ്ട കാര്യം. അതാ ഖുർആൻ മൊത്തവും പറഞ്ഞ സ്വർഗത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞ നരകത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നബിമാരുടെ ദഅവത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണ്? ഇതിലൂടെ വലിയൊരു ബന്ധം അല്ലാഹുവുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ കൊച്ചുകുട്ടി നേരെ ഓടി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ അടുക്കലേക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ വന്നു ആ കുട്ടിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു. ആ കുട്ടി പാല് കുടിക്കാൻ വേണ്ടി തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഉമ്മയോട് ഫിർഔൻ പറഞ്ഞു, ഇനി ഈ കൊട്ടാരത്തില് നിങ്ങൾ നിന്നുകൊള്ളി. മൂസാ നബി ഫിർഔൻ റാഹത്തായിട്ട് പോയി കിടന്ന് ഉറങ്ങി. ഒരു ദിവസം മൊത്തം ഉറങ്ങിയിട്ടില്ല, റാഹത്തായിട്ട് ഉറങ്ങി. ഈ കുട്ടിയെടുത്ത് പറഞ്ഞു, ഞാൻ വന്നിട്ടല്ല, ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി വന്നിട്ടല്ല, നിങ്ങൾ പോകരുത്, എന്തായാലും 3 ദിവസം കൊണ്ട് നിൽക്കണം. 3 ദിവസം അവർക്ക് വേണ്ട ശമ്പളവും കൊടുത്തു, അവിടെ നിർത്തി ആ കുട്ടിക്കുള്ള പാലും കൊടുത്തു. ഇതിന്റെ പേരാണ് ബഹുമാനുള്ളവരെ തഖ്വ. ഓരോരോ സന്ദർഭങ്ങളിൽ എൻ്റെ അല്ലാഹു എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തൂടി പറക്കുന്നതിന്റെ പേരൊന്നുമല്ല, അല്ലെങ്കിൽ തേങ്ങ മാങ്ങ വരത്തിന്ന് തേങ്ങ പറിക്കുന്നതിന്റെ പേരല്ല, വേറെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ പേരല്ല. ഹാജി ഇന്ദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ കാണിക്കാൻ ദജ്ജാലിനും പറ്റും, അത്ഭുതം കാണിക്കുന്നതിന്റെ പേരല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിലും എൻ്റെ അല്ലാഹു എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കൊണ്ടുവരുന്ന, അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന്റെ പേരാണ് ദീൻ. അതാണ് തഖ്വ, അതാണ് ഖുർആന്റെ അടിസ്ഥാനം. അതാണ് ആദ്യം പറയുന്നത്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ ഇത് തഖ്വയാണ്. ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഈ ഒരു വലിയ ഗുണമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അല്ലാഹു പറഞ്ഞതുപോലെ അനുസരിച്ചു. അല്ലാഹു മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു പൂങ്കൊഴി തുറന്നു കൊടുക്കുന്നത് നോക്കി. എത്ര വലിയ പ്രതിസന്ധിയിലായിരുന്നു ലോകം മുഴുവനും. ആ ഒരു ഭരണകൂടം, ഒരു രാജാവ്, മുഴുവൻ പട്ടാളങ്ങൾ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി തയ്യാർ. പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു. തഖ്വ എന്ന് പറയുന്ന ഗുണം ഉണ്ടാക്കിയെടുത്തപ്പോ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു വഴികൾ തുറന്നു കൊടുക്കുക. അത്ഭുതകരമായിട്ട് ആരാണോ കൊല്ലാൻ വേണ്ടി തയ്യാറായിരുന്നത് അവരെ വീട്ടിൽ നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയെ കൊണ്ട് പാൽ കൊടുപ്പിക്കുക, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട്. ഇനി ആരും കൊല്ലാനില്ല. ഇതിന്റെ പേരാണ് തഖ്വ. ഇതാണ് തഖ്വയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അത്ഭുതകരമായ സന്തോഷം. ആ കുട്ടിക്ക് പാൽ കൊടുത്തു. 3 ദിവസം അവിടെ നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ലാഭങ്ങളും പറ്റിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ആ ഉമ്മ ആ മൂസാ നബി അലൈഹിസ്സലാമിന് പാൽ കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഫിർഔൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നിങ്ങൾക്കുള്ള ശമ്പളം ഗൂഗിൾ പേ വീട്ടിലേക്ക് അയച്ചു തരും.
ഇനി ഇപ്പൊ മുമ്പിലുണ്ടായിരുന്ന മുമ്പിൽ തരാം, ഇനി നിങ്ങൾക്കുള്ള പൈസ ഞാൻ ശമ്പളം ഒന്ന് വീട്ടിലെത്തിച്ചോളാം. അത്ഭുതകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹ് അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൂടി അല്ലാഹു അവർക്ക് റിസ്ക് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. തഖ്വ ചെയ്തപ്പോൾ, അല്ലാഹുവിനെ അനുസരിച്ചപ്പോൾ. എത്ര വലിയ അനുഗ്രഹം, ബഹുമാനപ്പെട്ട. ഇതുകൊണ്ടാണ് മഹാന്മാർ ഒരു സാധാരണ സുന്നത്തായ ദുആ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ വാഖിയതൻ കവാഖിയതിൽ വലീദ്. അല്ലാഹുവേ, ഒരു കുട്ടിയെ നീ എപ്രകാരമാണോ നീ സൂക്ഷിക്കുന്നത്, നീ കാക്കുന്നത്, ഒരു ബുദ്ധിമുട്ടും പറ്റാതെ നീ സൂക്ഷിക്കുന്നത്, അതേപോലെ നീ എന്നെ കാക്കണേ അല്ലാഹ്. ഒരു സുന്നത്തായ ദുആയാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. اللهم واقية كواقية الوليد ألم نربك فينا وليدا ولبثت في عمرك سنين എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വലീദ് കൊണ്ടുള്ള ഉദ്ദേശം, കുട്ടി കൊണ്ട് ഉദ്ദേശം മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ്. ഇത്രയും വലിയ ഭരണകൂടവും സർവ്വ പട്ടാളങ്ങളും എല്ലാം ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഒരുമ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നും ആ കുട്ടിയെ അത്ഭുതകരമായി കൊല്ലാൻ വേണ്ടി തയ്യാറായ വീട്ടിലിട്ട് അള്ളാഹു എപ്രകാരം അവരുടെ ശമ്പളത്തിലിട്ട് വളർത്തിയോ, ഇതേപോലെ അള്ളാഹുവെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഒരു മൂസാ നബി എന്ന് പറയുന്ന ആ കൊച്ചു കുട്ടിയെ നീ വളർത്തിയതുപോലെ, ഒരു പ്രശ്നവുമില്ലാതെ, ഇത്രയും പ്രശ്ന കലുഷിതമായ സമയത്തും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളർത്തിയതുപോലെ അള്ളാഹ് എനിക്ക് നല്ല ആഫിയത്തുള്ള ജീവിതം തരണേ അള്ളാഹ് എന്നാണ് ആ ദുആയുടെ അർത്ഥം. അല്ലാഹുമ്മ വാഖിയതൻ കവാഖിയതിൽ വലീദ്. നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹുമ്മ വാഖിയതൻ, വാഖിഅ ഉള്ള സംഭവം, സൂറത്തുൽ വാഖിഅ. ഇത് വാഖിഅ അല്ല, ഐനല്ല, വാഖിയ. വഖായതി വഖിനാദാബ, നമ്മൾ സൂക്ഷിക്കണേ എന്ന് പറയുന്ന അർത്ഥം. അല്ലാഹുമ്മ വാഖിയതൻ, അല്ലാഹുവേ നീ എന്നെ കാക്കണമേ. വാഖിയതിൽ വലീദ, മൂസാ നബി അലൈഹിസ്സലാം കൊച്ചുകുട്ടിയെ നീ കാത്തതുപോലെ, സംരക്ഷിച്ചതുപോലെ അല്ലാഹുവേ നീ എന്നെ കാക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സംരക്ഷിക്കുക. ആ ഉമ്മയുടെ, ആ ഒരു സ്ത്രീയുടെ ഉറച്ച ഈമാൻ, കെട്ടുറപ്പുള്ള ഈമാൻ, റബത്ന അലാ ഖൽബിഹാ. അല്ലാഹു ഹൃദയത്തിൽ ഈമാനികമായ കെട്ടുറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിനും ആരെയും ഒരു ഭരണകൂടത്തിനും മുസ്ലിമീങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ ശരിയായ ഈമാനികമായ കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ ആ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ റബ്ബ് ആകാശ ഭൂമികളുടെ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് അല്ലാഹു കെട്ടുറപ്പ് കൊടുത്തു എന്ന് ആ ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കെട്ടുറപ്പ് ഉണ്ടാക്കാനുള്ള മാർഗം ഈ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, ഈ അല്ലാഹുവിനെ കുറിച്ച്, ആകാശ ഭൂമികളുടെ റബ്ബായ അല്ലാഹുവിനെ കുറിച്ച് ജനങ്ങളോട് പറയലാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഉപമ. അത് ഈത്തപ്പന മരം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയുടെ നാവ് കൊണ്ട് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അവൻ ഏത് സാഹചര്യത്തിലും അവൻ ഉറച്ചു നിൽക്കും. ഒരു വ്യത്യാസത്തിലും, ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലും അവന്റെ ഈമാൻ പതറിപ്പോവാതെ അവൻ കാത്തു സൂക്ഷിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ എല്ലാ സന്ദർഭത്തിലും അവൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. ഇതാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ. ഇതിലൂടെ അവനിൽ എന്തിലെല്ലാം മാറ്റം ഉണ്ടാവും? ശരിയായ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അമലുകൾ ശരിയാവും, അവന്റെ സ്വഭാവം ശരിയാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം അവന്റെ എല്ലാ അമലുകളും, ഈത്തപ്പന മരം അതിനുള്ള ഒന്നും പാഴായതായിട്ടില്ല. അത് എല്ലാ രീതിയിലും മനുഷ്യന് പ്രയോജനമാണ്, എല്ലാ രീതിയിലും പ്രയോജനമാണ്. അതിന്റെ എന്തെങ്കിലും രീതിയിൽ പ്രയോജനമില്ലാത്ത ഒന്നും ഈത്തപ്പന മരത്തിൻ്റെതായിട്ടില്ല. ഇതേപോലെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കും. അവനെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. എല്ലാ സന്ദർഭത്തിലും അവന്റെ ഈമാനെ കാത്തു സൂക്ഷിക്കും. ബഹുമാനമുള്ളവരെ, ഈമാൻ അത് ശരിയായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇറങ്ങണമോ, നമ്മൾ 3 കാര്യങ്ങളെ പരിശുദ്ധ ഖുർആന്റെയും പുണ്യ ഹദീസിന്റെയും മുമ്പിൽ നമ്മൾ 3 കാര്യങ്ങളെ പരിപൂർണമായിട്ട് നമ്മൾ നിഷേധിക്കണം. നിർബന്ധമായിട്ടും നമ്മൾ 3 കാര്യങ്ങളെ
പരിശുദ്ധ ഖുർആന്റെയും പുണ്യ ഹദീസിന്റെയും മുമ്പിൽ നമ്മളൊന്ന് നിഷേധിക്കണം. എങ്കിലേ നമുക്ക് ശരിയായ ഈമാൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, അതല്ലേ ശരി, ഇതെങ്ങനെ നടക്കും? ബഹുമാനവരെ, ഖുർആന്റെ മുമ്പിൽ ഹദീസിന്റെ മുമ്പിൽ ഒന്നാമതായിട്ട് നമ്മുടെ ബുദ്ധിയെ നമ്മൾ നിഷേധിക്കണം, പൂർണ്ണമായിട്ട് നിഷേധിക്കണം. ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. എന്നല്ല, ഖുർആൻ മുഴുവനും ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവനാണ് അവൻ, ആ തഖ്വയുള്ളവൻ, യഥാർത്ഥ മുഅ്മിൻ. അവൻ അദൃശ്യമായ ഹൃദയം കൊണ്ട്, ആർക്കും കാണാൻ പറ്റാത്ത ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അതേപോലെ അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റട്ടെ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാകട്ടെ, അള്ളാഹു റസൂലും പറഞ്ഞതാണ് 100% അത് സത്യമാണ്, 100% അത് ഹഖാണ്. അവന്റെ ബുദ്ധി അവൻ നിഷേധിക്കും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടി പറയുക, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, സുബ്ഹാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അല്ലാഹുവോട് ഉപയോഗിച്ച വാക്ക് സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സയൻസ്, നിങ്ങളുടെ ടെക്നോളജി ഇതെല്ലാം വെച്ച് ഇനി പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും നിങ്ങൾക്ക് അത് എങ്ങനെ നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്നും അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹുക്ക് അതിന് കഴിവുണ്ട്. അല്ലാഹു സർവ്വവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവൻ അവന്റെ ദാസനെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും കൂടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസം കിണറിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ അവിടെ മൂന്നാമത്തെ ഓപ്പൺ ഹാർട്ട് സർജറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുന്ന സമയത്ത്, പാലുകൂടി പ്രായം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ പ്രകാരം നടന്നിരുന്നു. 10 വയസ്സുള്ള സമയത്ത് ഇതേപോലെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഓപ്പൺ ഹാർട്ട് സർജറി അവിടെ വെച്ച് നടക്കിയ, കീറി, ഒരു തുള്ളി രക്തം വീണിട്ടില്ല, നിബിതങ്ങൾക്ക് വേദന എടുത്തിട്ടില്ല. ആ ഹൃദയം എടുത്തു 3 പ്രാവശ്യം സംസം വെള്ളം വെച്ച് അതിനെ കഴുകി വൃത്തിയാക്കി അതേപോലെ തിരിച്ചു വെച്ചു. ഒരു പാടുമില്ലാത്ത രീതിയിൽ തിരിച്ചു വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാഖിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ ജീനിയെ പിടിച്ചു, മീകായിൽ അലൈഹിസ്സലാം അതിന്റെ കടിഞ്ഞാണിനെ പിടിച്ചു. അത് യാത്ര ചെയ്തു. നേരെ ഒരൊറ്റ ബർക്ക് മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ചു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. അവിടെ ബുറാഖിൽ കെട്ടിയിട്ടു. അവിടെ മുഴുവൻ നബിമാരും, 1.25 ലക്ഷത്തോളം വരുന്ന മുഴുവൻ നബിമാരോടെ വന്നു. 7 സഫുകളിലായിട്ട് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നു. ആദ്യത്തെ 3 സഫിൽ ബഹുമാനപ്പെട്ട മുർസലീങ്ങൾ നിന്നു. അതിനുശേഷം അമ്പിയാക്കൾ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് പുറകിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വലതുവശത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇടതുവശത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉൾപ്പെടെ മുഴുവൻ നബിമാരെയും ഇമാമത്ത് നിർത്തിക്കൊണ്ട് മഅ്മൂമികളാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നു. അപ്പോൾ തന്നെ അവിടെ 10 പടികളുള്ള, കോണികളുള്ള 10 പടികളുള്ള ഒരു കോണി വന്നു, ഒരു ഏണി വന്നു. അതിന്റെ ഓരോ പടി ചവിട്ടുമ്പോഴും ഓരോ ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. ഒന്നാമത്തെ പടിയിലേക്ക് ചവിട്ടി ആദം നബി അലൈഹിസ്സലാം, രണ്ടാമത്തെ പടിയിലേക്ക് ചവിട്ടി അവിടെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം മൂന്നാമത്തെ പടിയിലേക്ക് ചവിട്ടി, യൂസുഫ് നബി അലൈഹിസ്സലാം നാലാമത്തെ പടിയിലേക്ക് ചവിട്ടി, ഇദ്രീസ് നബി അലൈഹിസ്സലാം അഞ്ചാമത്തെ പടിയിലേക്ക് ചവിട്ടി, ഹാറൂൻ നബി അലൈഹിസ്സലാം ആറാമത്തെ പടിയിലേക്ക് ചവിട്ടി, മൂസാ നബി അലൈഹിസ്സലാം ഏഴാമത്തെ പടിയിലേക്ക് ചവിട്ടി. അപ്പോഴത്തേക്ക് അവിടെ 7ാം ആകാശവും ബൈത്തുൽ മഅ്മൂറും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈ 6 ആകാശങ്ങളിലും ഇങ്ങോട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ബാൽ ചെയ്തുവെങ്കിൽ 7ാമത്തെ ആകാശത്തിലെപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുകയാണ്. അത് പിതാവാണ്. എത്രയൊക്കെ ഉയർന്ന അവസ്ഥയിലെത്തിയാലും പിതാവിനെ അങ്ങോട്ട് ചെന്ന് ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു, സംസാരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം പറഞ്ഞു, കുറെ ഉപദേശങ്ങൾ കൊടുത്തു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 മുസ്തവ 9
സിദ്റത്തുൽ മുന്തഹ 9 മുസ്തവ 10 അർശ് ഫദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന. പണ്ട് അറബികൾ അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് പരസ്പരം രണ്ട് അമ്പുകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നത് പോലെ അല്ലാഹുവുമായിട്ട് എത്രത്തോളം അടുത്തു. ഫദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അതിനേക്കാൾ അല്ലാഹുവുമായിട്ട് അടുത്തു. അവിടെ സംസാരിച്ചു അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നമസ്കാരം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഇല്ല, നിങ്ങളുടെ ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി 5 കുറച്ചു. അങ്ങനെ 9 പ്രാവശ്യം പോയി 45 വക്ത് നമസ്കാരവും കുറച്ചു. വീണ്ടും വന്നപ്പോ ഇല്ല, നിങ്ങളുടെ ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ല. തന്നത് തിരിച്ചു കൊടുക്കാനുള്ള മടി കാരണം ആ കിട്ടിയ സമ്മാനവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്നാണോ യാത്ര തുടങ്ങിയത് ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും കടന്ന് അല്ലാഹുവുമായി സംസാരിച്ചു. തിരിച്ചു മടങ്ങിയെത്തി. ഈ തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് മുഴുവൻ അമ്പിയാക്കൾക്ക് ഇമാമത്ത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. വളരെ ഇത് ഒരിക്കലും ഈ വരുന്ന സമയത്തിനുള്ളിൽ ആ പുതപ്പിൽ നിന്നും നിലങ്ങൾ ഇറങ്ങിപ്പോയപ്പോഴുണ്ടായിരുന്ന ഒരു ചൂട്, ആ ചൂട് മാറിയിട്ടില്ല. ആ കഥവിന്റെ ആട്ടം നിന്നിട്ടില്ല. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. ഇത് നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഇത് 100% ഹക്കാണ്, സത്യമാണ്. നമ്മുടെ ബുദ്ധിയെ ഈ ഖുർആൻ ആയത്തിന്റെ മുമ്പിൽ നിഷേധിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. പരിശുദ്ധ ഖുർആൻ ഇതേപോലെ ഓരോ ആയത്തിന്റെ മുമ്പിലും നമ്മുടെ ബുദ്ധിയെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കണം. അല്ലാഹു പറഞ്ഞതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അതാണ് സത്യം. ഇതിന്റെ പേരാണ് ഈമാൻ. ഈ ഈമാൻ നമ്മളിൽ ഉണ്ടാവണം. ഇന്നുള്ള എല്ലാ നിരീശ്വരവാദം പൊട്ടിത്തകരും. ഈ ഈമാൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുട്ടികളിലും ഓരോ മദ്രസകളിലും ഓരോ വീടുകളിലും ഈ മുതാക്കൾ നടക്കണം. അല്ലാഹു പറഞ്ഞതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അതാണ് സത്യം. എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷെ അല്ലാഹുവും റസൂലും പറഞ്ഞതാണ് സത്യം. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ബുദ്ധിയെ നിഷേധിക്കാനും അല്ലാഹു റസൂലിനെ പറഞ്ഞതിനെ അംഗീകരിക്കാനുമുള്ള ഒരു വലിയൊരു ഹൃദയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിന്റെ പേരാണ് ഈമാൻ. ബുദ്ധിയെ നിഷേധിക്കണം. 2, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതിനെ ഖുർആനായത്തിന്റെ ഹദീസിന്റെ മുമ്പിൽ നിഷേധിക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പലതും. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് തീപിടിച്ചിരിക്കുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മത്തറക്ക, ഇല്ല എന്റെ വീട് തീ പിടിച്ചിട്ടില്ല. വീണ്ടും വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, വീട് തീ പിടിച്ചിട്ടില്ല. ഇല്ല, എന്റെ വീട് തീ പിടിച്ചിട്ടില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല, കണ്ടവരാണോ എന്ന് പറയുന്നത് വീട് തീ പിടിച്ചു. 2ആയി 3ആയി 4ാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ മാത്രം തീ പിടിച്ചിട്ടില്ല, നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരെ തീ എത്തി, നിങ്ങളുടെ വീട്ടിൽ മാത്രം തീ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കിലുള്ള യഖീനാണ് ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു യഖീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈഹി തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ കരീം മാഷാ അല്ലാഹു കാൻ മാ ലം യശാ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ഈ ഒരു ദുആ ഒരാൾ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസീബത്തും അന്നത്തെ ദിവസം ബാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യഖീനായിരുന്നു അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട യൂസുഫ് ഹസ്രജി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, അഥവാ അബൂ ദർദാ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും 800 കോടി ജനങ്ങൾ വന്ന് വീട് കത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, ഇല്ല, എന്റെ വീട് കത്തിയിട്ടില്ല എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയും. അവർക്ക് അത്രയും യഖീനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ. നമ്മുടെ കൺമുമ്പിൽ പലിശ അത് നിങ്ങളുടെ സമ്പത്തിനെ നശിപ്പിച്ചു കളയും. സദഖ നിങ്ങളിൽ വർധനവുണ്ടാക്കും. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ല, എന്റെ കയ്യിൽ 1000 ഉണ്ടായിരുന്നു, ഞാൻ പലിശയ്ക്ക് കൊടുത്തു, 1500 ആയിട്ട് കിട്ടി. ഇപ്പൊ പലിശയ്ക്ക് കൊടുത്തപ്പോഴത്തേക്ക് 1500 ആയി. എനിക്ക് ഒന്നും ഇല്ലായിരുന്നു, പഠിക്കാൻ വേണ്ടി മക്കൾക്ക് ലോൺ എടുത്തപ്പോഴത്തേക്ക് അവർ നല്ല പഠിത്തം നടന്നു. എനിക്ക് ഓട്ടോറിക്ഷ ഇല്ലായിരുന്നു, ഇപ്പൊ ലോൺ എടുത്തപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷയായി, വീട്ടിൽ നല്ല ഭക്ഷണമായി. എനിക്ക് ലോൺ എടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ നല്ല വീട് കിട്ടി, നല്ല സ്വസ്ഥതയായി എന്നെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ണ്. പക്ഷെ അല്ലാഹുവിന്റെ വാക്കാണ്. ഈ പലിശയുമായിട്ട് തൊട്ടിട്ടുണ്ടോ, ഇത് നാശമാണ്, ഇത് വലിയ നാശത്തിൽ കൊണ്ടുവന്നെത്തിക്കും. കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ ഒരാൾക്ക് 100 രൂപ കൊടുത്തു, ബാക്കി 900 ഉള്ളൂ. കണ്ണ് എന്റെ അടുത്ത് പറയുക, 100 രൂപ കുറഞ്ഞു. ഇല്ല, നിന്റെ 100 രൂപ അത് അല്ലാഹു 10 ഇരട്ടി 100 ഇരട്ടി 1000 ഇരട്ടി ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു മടക്കി തരും. ഇതിന്റെ കോടാനുകോടിയായിട്ട് അല്ലാഹു ദുനിയാവിൽ വെച്ച് മടക്കി തരും. ഉറപ്പാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. പക്ഷെ പരിശുദ്ധ ഖുർആൻ
അത് സത്യമാണ് ബഹുമാനമുള്ളവരെ. യംഹഖുല്ലാഹു റിബ, പലിശ, അത് ഏത് രീതിയിലുള്ള പലിശയുമായിട്ടുള്ള ബന്ധമാവട്ടെ നശിപ്പിക്കും. വയുർബിസ് സദഖാത്ത്, സദഖ ചെറുതാവട്ടെ വലുതാവട്ടെ, മദ്രസയ്ക്ക് വേണ്ടി വീട് എഴുതി കൊടുത്തതാവട്ടെ, അതിന്റെ സന്തോഷം ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടല്ല അള്ളാഹു പഠിപ്പിക്കത്തില്ല. നമ്മൾ മദ്രസയ്ക്ക് വേണ്ടി ദീനിന് വേണ്ടി കൊടുത്ത സമ്പത്ത് ദുനിയാവിൽ വെച്ച് അള്ളാഹു അവർക്ക് മടക്കി കൊടുക്കും. ഉറപ്പ്. ആഖിറത്തിൽ അള്ളാഹു എന്നേക്കുമായി വലിയ സമ്പത്ത് അള്ളാഹു മടക്കി തരും. ഉറപ്പാണ് ബഹുമാനമുള്ളവരെ. ദീനിന് വേണ്ടി 1 രൂപ കൊടുത്ത് ഒരു ചെറിയ വാക്ക് പറഞ്ഞു, അത് ചെറുതല്ല, അത് നിസ്സാരമല്ല, അത് വളരെ വലുതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്താണിത്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖ. ഇതേപോലെ ഓരോ ആയത്തിലും എന്റെ ബുദ്ധി അതിനെ ഞാൻ നിഷേധിക്കണം. ഞാൻ കണ്ണുകൊണ്ട് കണ്ടോണ്ടിരിക്കുന്നത് ഇല്ല, എന്റെ കണ്ണ് കാണുന്നത് തെറ്റ്, അല്ലാഹു റസൂലും പറഞ്ഞത് ശരി. ഇതാണ് ബഹുമാനമുള്ളവരെ ഈമാൻ. നമ്മുടെ കുറെ തജ്രിബകളുണ്ട്, കുറെ അനുഭവ പരിചയങ്ങളുണ്ട്. ഈ അനുഭവ പരിചയങ്ങളെ ഖുർആന്റെയും ഹദീസിന്റെയും മുമ്പിൽ നമ്മൾ നിഷേധിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരന് അവന് വയറിളക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ തേൻ കുടിപ്പിച്ചു. ഉണ്ടായിരുന്ന അസുഖം വർദ്ധിച്ചു. രണ്ടാമത് ഒരാൾ അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇതാ വീണ്ടും വർദ്ധിച്ചിരിക്കുക അസുഖം, തേൻ കുടിപ്പിച്ചു. 2ആയി 3ആയി 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹു വറസൂലുഹു വകദബ ബത്നു അഖീക്. അല്ലാഹുവും റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു, നിന്റെ സഹോദരന്റെ വയറ് അത് കളവ് പറഞ്ഞിരിക്കുക. നീ ഇസ്ഖിഹി അസ്ലൻ, തേൻ കുടിപ്പിക്കാൻ പറഞ്ഞു. തേൻ കുടിപ്പിച്ചു, അസുഖം മാറി. 3 പ്രാവശ്യം നമ്മുടെ അനുഭവ പരിചയമാണ്. തേൻ കുടിച്ചു കഴിഞ്ഞാൽ അസുഖം വർദ്ധിക്കും, വയറിളക്കം വർദ്ധിക്കും. പക്ഷേ ആ തജ്രിബയെ നമ്മൾ നിഷേധിക്കണം. നമ്മൾ അതിനെ ഖുർആന്റെ ഹദീസിന്റെ മുമ്പിൽ അതിനെ നിഷേധിക്കണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞിരിക്കുക, ഫീഹി ശിഫാഉൻ ലിന്നാസ്, അത് മനുഷ്യർക്ക് അത് ശിഫയാണ്. ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അതിൽ യഖീൻ ഉണ്ടാവണം. ഇതേപോലെ അല്ലാഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഈ ദീൻ, ഇതിലാണ് എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം, ഇതിലാണ് വിജയം. ബഹുമാനമുള്ള ഈ യഖീൻ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ. അവന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ ഉറച്ച ഈമാൻ. അവന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ മറ്റൊരു ഉപമയാണ് മസലുൽ മുഅ്മിനി മസലുൻ നഹ്ല. ഒരു മുഅ്മിന്റെ ആദ്യത്തെ നഹ്ലയാണ്, പുള്ളിയുള്ള ഖായാണ്, അത് ഈത്തപ്പന മരമാണ്. രണ്ടാമത്തത് തേനീച്ചയെ പോലെയാണ്. ലാ തഅകുലു ഇല്ലാ ത്വയ്യിബൻ വലാ തദഉ ഇല്ലാ ത്വയ്യിബൻ വവഖഅത് ഫലം തക്സിർ വലം തുഫ്സിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തേനീച്ച അത് നല്ലതല്ലാതെ ഭക്ഷിക്കുകയില്ല, ത്വയ്യിബായത് പരിശുദ്ധമായതല്ലാതെ അത് ഭക്ഷിക്കുകയില്ല. വലാ തദഉ ഇല്ലാ ത്വയ്യിബൻ, അത് പരിശുദ്ധമായതിനെ അല്ലാതെ അത് പുറത്തു വിടുകയില്ല. അത് പുറത്തു തരുന്നത് അത് ലോക സർവ മനുഷ്യർക്കും ശിഫായാണ്. ഫലം തക്സിർ വലം തുഫ്സിൽ, അത് ഏതെങ്കിലും ഒരു ഇലയുടെ പുറത്തിരുന്നു അല്ലെങ്കിൽ ഒരു പൂവിന്റെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, മൃദുലമായി വന്നിരിക്കും, അതിന്റെ തേൻ നുകരും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. വലം തുഫ്സിൽ, അതിനെ ഒരു കേടുപാടും ഉണ്ടാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തേനീച്ചയെ പോലെയാണ് ഒരു മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഉയർന്ന സ്വഭാവം. ഒന്നാമത്തത്, ഈ സ്വഭാവത്തിലെല്ലാം ഈ കുഴപ്പം വരുന്നതിനെ കുറിച്ച് പല മശായിഖന്മാരുടെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത്, ഒരാള് അദ്ദേഹം നല്ലത് ഭക്ഷിക്കണം, ഹറാമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ദുർഗുണമാണ് എല്ലാവരെ കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാവും. തെറ്റിദ്ധാരണ ഉറുദുൽ ബദ്ഗുമാനി എന്ന് പറയും, സൂഖുൽ എന്ന അറബി പറയും. തെറ്റിദ്ധാരണ ഉണ്ടാവും എല്ലാവരെ കുറിച്ചും. ഒരിക്കൽ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് 6 മാസം തഹജ്ജുദ് നഷ്ടപ്പെട്ടു. എന്താ കാരണം എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു, ഒരാൾ കരഞ്ഞു ദുആ ചെയ്യുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിചാരിച്ചു, ഇദ്ദേഹം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. അതിന്റെ പേരിലാണ് എനിക്ക് 6 മാസം തഹജ്ജുദ് നഷ്ടപ്പെട്ടു വരുന്നു. തെറ്റിദ്ധാരണ ഇത് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹറാമായ ഭക്ഷണം കഴിക്കലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേനീച്ചയെ കുറിച്ച് പറഞ്ഞു, ലാ തഅകുലു ഇല്ലാ ത്വയ്യിബൻ, അത് ത്വയ്യിബായതല്ലാതെ ഭക്ഷിക്കുകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി പറഞ്ഞു, മൻ അകല ത്വയ്യിബൻ വഅമില ഫീ സുന്നതി വഅമിന അന്നാസു ബവായിഖഹു ദഖലൽ ജന്ന. ആരെങ്കിലും നല്ലത് ഭക്ഷിച്ചു, ജീവിതം സുന്നത്തനുസരിച്ച് ക്രമപ്പെടുത്തി, അവനെ കൊണ്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തേനീച്ചയ്ക്കുള്ള ധാരാളം ഗുണങ്ങളുണ്ട്. തേനീച്ചയുടെ ജീവിത രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തേനീച്ചയും പരിശുദ്ധ ഖുർആനിൽ തന്നെ 2 ഈച്ചകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് തേനീച്ചയാണ്, മറ്റൊന്ന് ഈച്ചയാണ്. യാ അയ്യുഹന്നാസ് ളുരിബ മസലൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അതിനൊന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ മുമ്പിൽ വെക്കുന്ന ആ ഭക്ഷണം, അതിൽ വന്നിരിക്കുന്ന അതിങ്ങനെ തട്ടിയെടുത്തോണ്ട് പോകും. തട്ടിയെടുത്തോണ്ട് പോവാ. ഇപ്പൊ ചായ വെച്ചിരിക്കുക, അതിൽ വന്നിങ്ങനെ ഈച്ച വന്നിരുന്നിട്ട് പെട്ടെന്ന് തട്ടിയെടുത്തോണ്ട് പോകും. ഇതാണ് ഈച്ചയുടെ സ്വഭാവം. ഈച്ച ഇങ്ങനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന സ്വഭാവമാണ്. അതെപ്പോഴും അഴുക്ക സ്ഥലങ്ങളിലേ അത് ഇരിക്കുകയുള്ളൂ. അതിലൂടെ രോഗങ്ങൾ ഇങ്ങനെ പകരും. പക്ഷെ തേനീച്ചയെ കുറിച്ച് പറഞ്ഞു, തേനീച്ച എപ്പോഴും നല്ല സ്ഥലത്തെ ഇരിക്കും, നല്ലത് മാത്രമേ പുറത്തു കൊടുക്കൂ. അതിലൂടെ എല്ലാവരുടെയും രോഗത്തിന് ശിഫായാണ്, നല്ലതുമായിട്ടാണ് അതിന് ബന്ധം. തേനീച്ചയിൽ തന്നെ ഏകദേശം ഒരു وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തനുസരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, വഹി അനുസരിച്ചാണ് തേനീച്ചയുടെ പോക്ക്. വഹി അനുസരിച്ച് വഹി അറിയിച്ചു കൊടുക്കുക, അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുക. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ, വീടുണ്ടാക്കണം. എവിടെയാണ്? പർവ്വതങ്ങളിൽ, പൊക്കമുള്ള സ്ഥലങ്ങളിൽ, മരങ്ങളിൽ. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا. എന്നിട്ട് തേൻ കുടിക്കണം, കഴിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗങ്ങളിലേക്ക് സുഗമമായ രീതിയിൽ നീ പ്രവേശിച്ചു. ഇവിടെ എല്ലാം അല്ലാഹു തേനീച്ചയെ കുറിച്ച് പറഞ്ഞപ്പോ സ്ത്രീലിംഗം ഉപയോഗിച്ചാ പറഞ്ഞു എല്ലായിടത്തും. ഇവിടെ എല്ലാം സ്ത്രീലിംഗം ഉപയോഗിക്കുന്നത്. പെൺതേനീച്ച എന്നുള്ള വിളിക്കുന്നത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഈ ഒരു ആയത്ത് കാരണം എത്രയോ നിരീശ്വരവാദികൾ ഇസ്ലാമിലേക്ക് വരാൻ, എത്രയോ സയന്റിസ്റ്റുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി. ഈ അള്ളാഹുവിന്റെ സംബോധന എല്ലാം പെൺതേനീച്ചയോടാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ജോലികളെല്ലാം ചെയ്യുന്ന പെൺതേനീച്ചയും. ഈ ഏകദേശം 3000-ഓളം വരുന്ന പെൺതേനീച്ചകൾ എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഏകദേശം 10-20-30 കിലോമീറ്റർ ദൂരെ വരെ അവർ യാത്ര ചെയ്യും. എവിടെയാണ് തേൻ ഉള്ളത്, എവിടെയാണ് പൂക്കൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അത് പല രീതിയിൽ ഒരു ഡാൻസ് എല്ലാം കളിച്ച് അവർ പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കും. ആ വഴിയിലൂടെ വീണ്ടും വേറൊരു 3000 തേനീച്ചകൾ. ഇത്രയും നേരം സംസാരിച്ച കാര്യം ഒന്ന് തിരിച്ചു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് തന്നെ എളുപ്പം പറയാൻ പറ്റും, കേട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്നാലും ഇത് തന്നെ അവസ്ഥ, പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ തേനീച്ച 10-20-30 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ഡാൻസ് രൂപത്തിലാക്കി അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ആംഗ്യത്തിലൂടെ അത് മനസ്സിലാക്കി തിരിച്ച് ഇതേ കറക്റ്റ് വഴി തെറ്റാതെ പോകും. കാരണം വഹിയുമായിട്ടാണ് ബന്ധം, വഴി തെറ്റത്തില്ല. നേരെ അവിടെ ചെന്ന് അത് അതിൽ നിന്നും ആ മധു നുകരും. മധു നുകർന്ന അതിന്റെ വയറ്റിന്റെ ഉള്ളിൽ ചെന്നിട്ട് യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫൻ അൽവാനു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ആ വയറ്റിന്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം പല പ്രവർത്തനങ്ങൾക്ക് ശേഷം അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരും ആ തേൻ. അതുകൊണ്ട് ആ തേനിന് ബന്ധം നല്ല സ്ഥലം, നല്ല സ്ഥലങ്ങളിലേക്ക് ഇരിക്കുകയുള്ളൂ. അതിലൂടെ എല്ലാവർക്കും ശിഫായാണ്. അത് വഹി അനുസരിച്ചാണ് എന്റെ ജീവിതം മുഴുവൻ. എവിടെ ഇരിക്കണം, എവിടെ കിടക്കണം, എങ്ങനെ യാത്ര ചെയ്യണം, എന്ത് ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യും. നല്ല വീട്, നല്ല അങ്ങേയറ്റം
ഭയങ്കര എഞ്ചിനീയറിംഗ് വലിയ വലിയ എഞ്ചിനീയർ പോലും തോറ്റുപോകും, അല്ലെങ്കിൽ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള വളരെ ഭംഗിയായ വീട്, 6 ഭുജങ്ങളുള്ള വീട്, ഒരു അല്പസ്ഥലം പോലും അതിൽ പാടില്ല. ആ രീതിയിലാണ് ആ വീട് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഒരു മുസ്ലിം അത് തേനീച്ചയെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം മുഴുവനും വഹി അനുസരിച്ചായിരിക്കും. അവനെ കൊണ്ട് എല്ലാവർക്കും പ്രയോജനമായിരിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അവന്റെ ഒരു നാക്കുകൊണ്ട്, അവന്റെ ഒരു സംസാരം കൊണ്ട്, ഞാൻ നേരെ പോയാണ്, ഞാൻ എല്ലാവർക്കും തുറന്നടിച്ച് സംസാരിക്കുന്ന ആളാണ്, മനസ്സിലൊന്നുമില്ല, ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതല്ല സുന്നത്തായ രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഏത് രീതിയിലാണ് ഓരോരുത്തർക്കും സംസാരിക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ഇടപെടേണ്ടത്, വയസ്സിന് മൂത്തവരുടെ എങ്ങനെയാണ്, ഉമ്മാടുത്ത് എങ്ങനെയാണ്, വാപ്പാടുത്ത് എങ്ങനെയാണ്, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, നമ്മുടെ കൂടെ കഴിയുന്നവർക്ക് ഏത് രീതിയിലാണ്, നബികളുടെ ജീവിതം മൊത്തവും ഈ അഖ്ലാഖ് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആന്റെ 23 വർഷത്തിന്റെ ആകെ ചുരുക്കം ബഹുമാനപ്പെട്ട ലഹോരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുക 23 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ആകെ ചുരുക്കം ഈ ഖുർആൻ ആയത്തിന്റെ ഉള്ളിലിരിക്കുകയാണ് എന്ന് ലഹോരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുക. നബിയെ, തങ്ങൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണ്, മഹത്തരമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കാണിച്ചത് ഒരു കുട്ടിയെടുത്ത് എങ്ങനെ ഇടപെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന് കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴവുമായിട്ട് പോവുകയാണ്, നബി തങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. പക്ഷെ പോകുന്ന വഴിക്ക് കൊച്ചുകുട്ടിയാണല്ലോ, ചെറിയൊരു ചിന്ത വന്നു, ഈ ഈത്തപ്പഴത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഈത്തപ്പഴം എടുത്തൊന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ല മധുരം. വീണ്ടും നടന്നു, വീണ്ടും ഒരു ഈത്തപ്പഴം കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ഒരെണ്ണം കൂടി കഴിച്ചു, നല്ല മധുരമുണ്ട്. 2ആയി, 3ആയി, 4ആയി, ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈത്തപ്പഴം മൊത്തം ക്ലോസ്, കഴിച്ചു നിർത്തി. മുസ്ലിം റളിയല്ലാഹു ഒന്നും പോയി പറഞ്ഞില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മുസ്ലിം റളിയല്ലാഹു അൻഹയെ കണ്ടിട്ട് ചോദിച്ചു, ഞാൻ അന്ന് അനസിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈത്തപ്പഴം എങ്ങനെ ഉണ്ടായിരുന്നു? ഈത്തപ്പഴം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നൊക്കെ കാര്യം മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അനസേ ഈത്തപ്പഴം, ആ ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചു കൊടുക്കണമല്ലോ, അത് ഓർമ്മിപ്പിച്ചു കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ നബി തങ്ങൾ ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നമുക്ക് പഠിപ്പിച്ചിരിക്കുക. 10 വർഷം നബിതങ്ങളുടെ കൂടെ ഖിദ്മത്ത് ചെയ്തു. 10 വർഷത്തിൽ ഒരിക്കൽ പോലും നബിതങ്ങൾ എന്തിനു നീ ഇങ്ങനെ ചെയ്തു, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു ചോദിച്ചിട്ടേ. നബിതങ്ങൾ ഒരു ദിവസം രാത്രി മൈമൂന ബി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നു. നബിതങ്ങൾ വീട്ടിൽ നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ബാത്റൂമിലേക്ക് പോയി. ആ സമയത്ത് മൈമൂന ബി റളിയല്ലാഹു അൻഹ അടുത്തോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ആളില്ല. ഈ സമയത്ത് ഇനി വേറെയും ഭാര്യമാരുണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്തോട്ടാലും പോയതായിരിക്കും എന്നൊരു ചിന്ത വന്നു. എന്തായാലും കഥ വന്ന് കുറ്റിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം കഴിഞ്ഞു. നബിതങ്ങൾ തിരിച്ചു വന്നു, മൈമൂന കഥവ് തുറക്കും. ഇല്ല, ഞാൻ കഥവ് തുറക്കത്തില്ല. മൈമൂന കഥവ് തുറക്കും. ഇല്ല, ഞാൻ കഥവ് തുറക്കത്തില്ല. നിങ്ങൾ ഇപ്പോ വേറെ ഏതോ ഭാര്യ എടുത്ത് പോരാ, ഞാൻ കഥവ് തുറന്നെടുത്തില്ല. മൈമൂന കഥവ് തുറക്കി, നീ ഹാക്കിനു, എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമൊന്നും, അങ്ങനെ ഞാൻ പോയതാ, നീ കഥവ് തുറക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ കഥവ് തുറക്കത്തില്ല. മൈമൂന ബി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈമൂന, ഞാനൊരു പ്രവാചകനാണ്, നബിയാണ്, നബി ഒരിക്കലും വഞ്ചിക്കുകയില്ല. മൈമൂന ശരിയാണല്ലോ. മൈമൂന ബി റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നോർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മുഖത്ത് ഒരു ഭാവവ്യത്യാസമോ ഒരു ദേഷ്യമോ ഇതിനെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞ് ടോർച്ചർ ചെയ്യലോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിശുദ്ധമായ സുന്ദരമായ ജീവിതം നമുക്ക് പഠിപ്പിച്ചിരിക്കുക. ഒരു കുട്ടിയെടുത്ത് എങ്ങനെയായിരിക്കും, ഒരു ഭാര്യയെടുത്ത് എങ്ങനെയായിരിക്കും, ഒരു അയൽവാസിയെടുത്ത് എങ്ങനെയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീയാണ്, പക്ഷേ അവർ നാവ് കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, അവര്
വലിയ ഇബാദത്തൊന്നുമില്ല, ഫർളായ കാര്യങ്ങളെല്ലാം നല്ല സൂക്ഷിച്ചിരിക്കുന്ന നല്ലൊരു സ്ത്രീയാണ്, പക്ഷെ ഒരു നാവ് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൾ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരിക പരിപൂർണമായ ഒരു ജീവിതം. നമ്മുടെ ഈമാൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം. ഇതാണ് ബഹുമാനവരെ അള്ളാഹുവിന്റെ കൽപ്പനയും മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യയും പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന്റെ പേരാണ് ദീൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീൻ. ഇതെല്ലാ പ്രശ്നത്തിനും പരിഹാരം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമോ ഉടനെ നമ്മൾ ഇതിലേക്ക് തിരിയണം. നമുക്ക് അറിഞ്ഞൂടാ, അറിവുള്ളവരിലൂടെ നമ്മൾ യൂട്യൂബിലെല്ലാം നമ്മൾ നോക്കേണ്ടത്. യൂട്യൂബിൽ ആൾദൈവങ്ങൾ, മനുഷ്യനെ നശിപ്പിക്കുന്ന സർവ്വതും ബഹുമാനമുള്ളവരെ ഫോണിലുണ്ട്. നമ്മൾ അതിലോട്ടെല്ലാം നമ്മൾ തിരിയേണ്ടത് നമ്മൾ നേരിട്ട് ഉലമാക്കളുമായിട്ട് മദ്രസകളിൽ, മസ്ജിദുകളിൽ ഉലമാക്കളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുക, ഞാൻ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം ഖുർആന്റെയും ഹദീസിലൂടെയും എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അവരുടെ നമ്മൾ നേരിട്ട് ചെന്നിരുന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. നമ്മുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുക. ഏറ്റവും വലിയ പ്രശ്നം ദജ്ജാൽ. അവന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 3 ആയത്ത് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പ് വന്ന എല്ലാ നബിമാരും ദജ്ജാലിനെ കുറിച്ച് തന്റെ ഉമ്മത്തിനെ ഭയപ്പെടുത്തിയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒറ്റക്കണ്ണനായിരിക്കും, അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിരിക്കും. അതെല്ലാം മുഅ്മിനീങ്ങൾക്കും വായിക്കാൻ പറ്റും. മറ്റു ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. വലിയ ഫിത്നയായിരിക്കും. ദജ്ജാൽ വരും, ദജ്ജാലിന്റെ വലത്ത് ഒരു മലക്കുണ്ടാവും, ഇടത്ത് ഒരു മലക്കുണ്ടാവും. ആ വലത്തിരിക്കുന്ന മലക്ക് പറയും ദൈവം പറയുന്നത് മൊത്തം കള്ളമാണെന്ന് പറയും. പക്ഷെ ആ മലക്ക് പറയുന്ന ആരും കേൾക്കുകയില്ല. ഇടത്തിരിക്കുന്ന മലക്ക് പറയും ദൈവം പറഞ്ഞത് ശരിയാണെന്ന് പറയും. ഇതെല്ലാവരും കേൾക്കും. അവൻ വിചാരിക്കും ദജ്ജാൽ പറഞ്ഞത് ശരിയാണെന്നാണ് ഈ മലക്ക് പറഞ്ഞത് എന്ന് വിചാരിച്ച മുമ്പിലുള്ള എല്ലാ ജനങ്ങളും മുർത്തദായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഹയാത്ത് സാബിന്റെ സംഭവം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. പരിശുദ്ധ ഖുർആൻ, പുണ്യ ഹദീസിലേക്ക് പൂർണ്ണമായിട്ട് എന്ത് പ്രശ്നമെന്നോ ഉടൻ നമ്മൾ അതിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. അങ്ങനെ ഒരു നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, ഉടൻ എന്ത് വിഷയങ്ങൾ വന്നാലും അതിനുള്ള പരിഹാരം അല്ലാഹുവിലൂടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്താണോ അത് പറഞ്ഞത് അത് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ, ജീവിതം ഏറ്റവും സുന്ദരമായ രീതിയിലാക്കാൻ, മരണം വരെയും ദീനിലായി ഈമാനിലായി അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് റായിയ കോഴ്സിന്റെ 4ാമത്തെ ബാച്ച് അൽഹംദുലില്ലാഹ് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വചനം ഉച്ചരിച്ചുകൊണ്ട് ആ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റായിയ കോഴ്സ് അല്ലാഹു എല്ലാവരുള്ള ഖൈറിനും ബർക്കത്തിനും കാരണമാക്കുമാറാകട്ടെ. ഇതേപോലെ അൽബിസ്മയുടെ കീഴിൽ എന്തെല്ലാം കോഴ്സുകൾ നടക്കുന്നുണ്ടോ അല്ലാഹു എല്ലാ കോഴ്സുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറിലും ബർക്കത്തിലും ആക്കുമാറാകട്ടെ. ലോകത്തിന്റെ ഹിദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا رب المستضعفين يا سيدنا يا مولانا يا غاية رغبتنا يا خالق أنفسنا. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. والله الذي لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض
الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيم الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحسن المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور. يا الله പടച്ചവനെ തമ്പുരാനുള്ള സർവ്വ പാപങ്ങളും നീ പൂർണ്ണമാക്കി തന്നെ അല്ലാഹുവേ. നമ്മുടെ ഈമാനെ വർദ്ധിപ്പിച്ചേർന്നേ അല്ലാഹ്, തഖ്വ വർദ്ധിപ്പിച്ചേർന്നേ അല്ലാഹുവേ. യാ അല്ലാഹ് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ഖബറിനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലാഹുവേ. നമ്മളെ അമലുകളെ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെ അല്ലാഹ് നീ സാലിഹീങ്ങളായി കബൂലാക്കണേ അല്ലാഹ്. നമസ്കാരം നിലനിർത്തുന്നവരായി കബൂലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ഹൃദയത്തിൽ കരുണ വിട്ടുകൊടുത്ത ഏറ്റവും ഉന്നതനായ അല്ലാഹുവേ. യാ അല്ലാഹ് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും നീ ഇല്ല എന്ന് വാദിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനായ അല്ലാഹ്. യാ അല്ലാഹ് നിന്നെ ചീത്ത വിളിക്കുന്നവരുടെ നാക്കിനെ അനക്കുന്ന അല്ലാഹുവേ. യാ അല്ലാഹ് നിന്നെ ചീത്ത വിളിക്കുന്നവരുടെ ഹൃദയത്തെ അനക്കുന്ന അല്ലാഹുവേ. നീ ഇല്ല എന്ന് വാദിക്കുന്നവരുടെ ഹൃദയത്തെ അനക്കുന്ന അല്ലാഹ്. ഹൃദയത്തെ വിളിപ്പിക്കുന്നവനായ ഏറ്റവും ഉന്നതനായ കരുണയുള്ളവനായ അല്ലാഹ്. യാ അല്ലാഹ് നിന്റെ മുമ്പിൽ അല്ലാഹ് നമ്മളെ കണക്കി വരുത്തുകയാണ് അല്ലാഹ്. യാ അല്ലാഹ് നമ്മുടെ ഈമാൻ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ നീ കാത്തു സൂക്ഷിക്കണം യാ അല്ലാഹ്. നമ്മുടെ ഈമാനിലായ അല്ലാഹ് അവസാന സെക്കൻഡ് വരെ കഴിയുമ്പോൾ ഉറച്ചിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണെന്നുള്ള യക്കീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബോധ്യപ്പെടുത്തി തരണേ അല്ലാഹ്. ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണെന്നുള്ള യക്കീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഈമാനിലെ അവസാന സെക്കൻഡ് വരെ ഉറച്ചു നിൽക്കാനുള്ള ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു നിന്റെ കൽപ്പനയെ പരിപൂർണ്ണമായി അനുസരിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു പരീക്ഷണങ്ങൾ യാ അല്ലാഹ് നീ നമുക്ക് എപ്പോഴും ആഫിയത്ത് തരണേ അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്, സന്തോഷം തരണേ അല്ലാഹ്. യാ അല്ലാഹ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണ്ണമായി പിൻപറ്റാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ആഫിയായി തരണേ അല്ലാഹ്. അല്ലാഹു ഈ മദ്രസകളെല്ലാം അല്ലാഹ് നിലനിർത്തണേ അല്ലാഹ്. ലോകത്തെ എല്ലാം അല്ലാഹു ദീനിന്റെ മദ്രസകൾ, മസാജിദുകൾ, മക്കാത്തിബുകൾ, മറാക്കിസുകൾ അതിനെല്ലാം അല്ലാഹു നീ നിന്റെ ഉയർന്ന ഖുദ്റത്തുകൊണ്ട് നിലനിർത്തുകയും പുരോഗതിയിലാക്കുകയും ചെയ്യണേ അല്ലാഹ്. നമ്മുടെ സ്ഥാപനങ്ങളെ അല്ലാഹു നീ നിന്റെ ഗൈബിയ നുസ്രത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാഹ്. നിലനിർത്തണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹ് ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട സലീം ഉസ്താദിന്റെ സ്ഥാപനം, കബീർ ബാക്കർ ഉസ്താദിന്റെ സ്ഥാപനം, അജ്ലാൽ ഉസ്താദിന്റെ സ്ഥാപനം, ബഹുമാനപ്പെട്ട മുനീർ ഉസ്താദിന്റെ സ്ഥാപനം, ഇതേപോലെ യൂണിവേഴ്സിറ്റിയുടെ വേറെ ധാരാളം കോഴ്സുകൾ അല്ലാഹു എല്ലാ സ്ഥാപനങ്ങളെയും അല്ലാഹുവിനെ നിലനിർത്തുകയും പുരോഗതിയിലാക്കുകയും ചെയ്യണേ അല്ലാഹ്. ലോകത്തെ ഏതെല്ലാം ദീനിയായ സംരംഭങ്ങളുണ്ടോ അല്ലാഹു പല സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. യാ അല്ലാഹ് എല്ലാത്തിനെയും അല്ലാഹ് പൂർണ്ണതയിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ ലോകജനതയുടെ ഹിദായത്തിന് കാരണമാക്കണേ അല്ലാഹു. യാ അല്ലാഹ് അനുകൂലമായ എല്ലാ തീരുമാനങ്ങളും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കണേ അല്ലാഹു. നേരിട്ട് സഹായിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഖാൻഖാകളെ നിലനിർത്തണേ അല്ലാഹ്. മശായിഖന്മാരെ നിലനിർത്തണേ അല്ലാഹ്. അവരുടെ തണൽ തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹു. യാ അല്ലാഹ് ദിക്റിലൂടെ നീയുമായി അടുക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. ദിക്റിനെ വലിയ രസമാക്കി തരണേ അല്ലാഹ്. രാവിലെ മറ്റുള്ള തസ്ബീഹത്ത് കൃത്യമായി പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മുസ്ഹഫ് കയ്യിലെടുത്ത് ദിവസവും പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ദീനിനെ കളിയാക്കുന്ന ദിവസം ഖുർആൻ നോക്കപ്പെട്ടു അല്ലാഹു. നീ സത്യമാണ്, ഖുർആൻ ഹക്കാണെന്ന് പറയുന്നത് നമുക്ക് ഖുർആൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹു. ദിവസവും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ദിവസവും പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹു. അതിന്റെ ധാരാളം ഖത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹ്. അത് പഠിക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, ലോകം മൊത്തം പ്രചരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആന്റെ ആളുകളായി അല്ലാഹു നമ്മളെ നീ കബൂലാക്കണേ അല്ലാഹ്. നമ്മുടെ മക്കളെ ഉപയോഗിക്കണേ അല്ലാഹു. ഖുർആന്റെ ഖിദ്മത്തിന് വേണ്ടി, ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു നമ്മുടെ കുടുംബക്കാരെ നീ ഉപയോഗിക്കണേ അല്ലാഹു. യാ അല്ലാഹ് നമ്മുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹു.
നമ്മൾ കാരണം അള്ളാഹു ആരും വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നില്ല, ആരുടെയും മനസ്സ് വേദനിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കാക്കണം. നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കാക്കണം. കടമകൾ കൃത്യമായി പാലിക്കാനുള്ള തൗഫീഖ് എന്ന് അനുഗ്രഹിക്കണം. ഇതിലെല്ലാം വലിയ വീഴ്ചകളൊന്നും ഇനി പുറത്തു തരണമല്ല. ഇനി ജീവിതത്തിൽ നന്നാക്കാൻ ഏറ്റവും ഉയർന്ന സ്വഭാവമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ഉയർന്ന സ്വഭാവം നൽകി അനുഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ നന്മ നോക്കാൻ ഉയർന്ന ഗുണം നൽകി അനുഗ്രഹിക്കുന്നില്ല. സ്വന്തം ന്യൂനത നമുക്ക് ഉയർന്ന ഗുണം നൽകി അനുഗ്രഹിക്കുന്ന അല്ലാഹു. എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഉയർന്ന ഗുണം നൽകി അനുഗ്രഹിക്കുന്ന അല്ലാഹു. എല്ലാവരോടും പൊരുത്തം ചോദിക്കുന്ന ഉയർന്ന ഗുണം നൽകി അനുഗ്രഹിക്കുന്ന അല്ലാഹു. ഹൃദയത്തിന്റെ ഹിദ്ദ്, ഹസദ്, കിബ്ർ അല്ലാഹു ഹൃദയത്തിന്റെ പിഴുതെറിയണേ അല്ലാഹു. ഹുബ്ബുൽ മാൽ, ഹുബ്ബുൽ ജാഹ്, ഹുബ്ബുൽ ശഹവാത്ത് മനസ്സിനെ മാറ്റി തരണേ അല്ലാഹു. യാ അല്ലാഹ് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുന്ന അല്ലാഹു. എന്ത് ചെയ്താൽ നിന്റെ തൃപ്തിക്ക് എന്ത് ചെയ്യാനുള്ള തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുന്ന അല്ലാഹു. ധാരാളം ദിയാ വന്നു പോയതാണ് അല്ലാഹു. യാ അല്ലാഹ് ധാരാളം പ്രവർത്തനങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തു. യാ അല്ലാഹ് ചെയ്ത കുറേ നന്മകൾ അല്ലാഹു എടുത്തു പറഞ്ഞ് പാഴാക്കി കളഞ്ഞു അല്ലാഹു. യാ അല്ലാഹ് പുറത്തു തരണേ അല്ലാഹു. അതെല്ലാം നന്മകളാക്കി മാറ്റി മറിക്കണേ അല്ലാഹു. യാ അല്ലാഹ് പരിപൂർണ്ണ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുന്നു. ദീനും ദീന്റെ പരിസരത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉപയോഗിക്കണേ അല്ലാഹു. ലോക ജനതയെ കാക്കണേ അല്ലാഹു. ലോക മുസ്ലിമീങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. യാ അല്ലാഹ് ഇസ്ലാമിൽ ആരെല്ലാം മുസ്തഫായി പോയിട്ടുണ്ട് അവരെല്ലാം ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരണം. ചെറുപ്പക്കാരികളുള്ള ധാരാളം പേര് ഇസ്ലാമിന്റെ പുറത്തുണ്ടായി പോയവരെല്ലാവരെയും ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരണമല്ലോ. അതിന് നമ്മളെ പരിശ്രമങ്ങൾ നീ കാരണമാക്കണേ അല്ലാഹു. ലോക ജനതയ്ക്ക് അല്ലാഹു ശാന്തി സമാധാനം നൽകണേ അല്ലാഹു. നേരിട്ട് സഹായിക്കണേ അല്ലാഹു. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക മസീർ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.